ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ, താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 69 സങ്കീർത്തനം അതിൻ്റെ 29 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാനോ എളിയവനും ദുഃഖിതനുമാകുന്നു, ദൈവമേ നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ. ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അതേ യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാണ്. സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. ദൈവത്തിൻ്റെ പുണ്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ വചനഭാഗം നമ്മളെ കേൾക്കുമ്പോൾ ഞാനോ എളിയവനും ദുഃഖിതനുമാകുന്നു, ദൈവമേ നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ. ദാവീദ് രാജാവുടെ ദൈവസന്നിധിയിൽ പറയുകയാണ്, ഞാനോ എളിയവനും ദുഃഖിതനുമാണ്. തൻ്റെ ദുഃഖം ഏറെയാണ്. ഈ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അറിയാം ദൈവമക്കളെ എത്രത്തോളം ഏതൊക്കെ വിധത്തിലുള്ള ദുഃഖങ്ങൾ ദാവീദ് രാജാവിടെ അനുഭവിച്ചുകൊണ്ടാണ് കുറിക്കുന്നത്. ദുഃഖങ്ങളൊക്കെ ആർക്കും ഉണ്ടാവുമല്ലോ, ദുഃഖങ്ങളില്ലാത്തവരാരുമില്ലല്ലോ. സുഖമുണ്ടെങ്കിൽ ദുഃഖവും ഉണ്ടാകും, ദുഃഖമുണ്ടെങ്കിൽ സുഖവും ഉണ്ടാകും. സുഖ ദുഃഖങ്ങൾ ചേർന്നതാണല്ലോ ജീവിതം എന്ന് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ അതീവ ദുഃഖത്തിനിടയിൽ എല്ലാവർക്കും എല്ലാം ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്യാൻ പറ്റാതെ പോകും. സഹിക്കാൻ പറ്റാതെ തന്നെത്താനെ ജീവൻ ഒടുക്കുന്നവരുണ്ട്. സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ നാട് വിട്ടു പോകുന്നവരുണ്ട്. സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ആക്രമ സ്വഭാവം കാണിക്കുന്നവരുണ്ടാവും. സങ്കടങ്ങൾ ദുഃഖങ്ങൾ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ എത്ര ദൈവസനിലാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വ്യതിചരിച്ച് പോകുന്നവരുണ്ടാകും. എന്നാൽ ഇന്ന് വചനം നമ്മൾ കേൾക്കുന്നത്, ഞാനോ എളിയവനും ദുഃഖിതനുമാകുന്നു, ദൈവമേ നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ. ഇനി കർത്താവിൻ്റെ രക്ഷയല്ലാതെ നമ്മളെ ഉയർത്തുവാനായിട്ട് ആരും ഇല്ല. എളിയവനാണ്, ദുഃഖിതനാണ്. ദുഃഖങ്ങൾ പലർക്കും പല വിധത്തിലുള്ള ദുഃഖങ്ങളാണ്. ഒരാൾക്കുള്ള ദുഃഖമായിരിക്കില്ലല്ലോ മറ്റുള്ളവർക്ക് ഉള്ള ദുഃഖങ്ങൾ. ദൈവമക്കളെ ദുഃഖങ്ങൾ ഒരു കടലോളം ഉള്ളപ്പോഴും ദാവീദ് രാജാവ് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തോട് പറഞ്ഞൊരു കാര്യം, ദൈവമേ നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ. കർത്താവ് ഉയർത്തിയാൽ പിന്നെ താഴ്ത്താൻ ആർക്കും ആവില്ലല്ലോ ദൈവമക്കളെ. ഉയർത്താൻ പലരും ശ്രമിക്കും, പക്ഷേ അത് എത്തേണ്ടതുപോലെ അല്ലെങ്കിൽ എത്തിക്കേണ്ടത് പോലെ എത്തിക്കാൻ പറ്റത്തില്ലാതെ വരും. മാനുഷികമായ സഹായങ്ങളെല്ലാം ഒരു പരിധി വരെയുള്ളൂ ദൈവമക്കളെ. അത് കഴിയുമ്പോൾ കണക്കുകളുണ്ടാകും, തിരിച്ചു കൊടുക്കേണ്ടി വരും. അതൊക്കെ ആദ്യത്തേക്കാൾ അധികം വേദനയോടെ തന്നെ കൊടുക്കേണ്ടി വരും. സഹായിച്ചതിൻ്റെ പേരിൽ ചോദിക്കുന്നതിനെല്ലാം അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്താനും പറ്റത്തില്ല. എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 100 കണക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവമക്കളെ കർത്താവിൻ്റെ രക്ഷ അത് മാത്രമേ എന്നെ ഉയർത്തുമാറാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുള്ളൂ. സ്തോത്രം. ദൈവമക്കളെ സത്യമല്ലേ, നമ്മുടെ മുൻപിൽ നമ്മൾ ഒന്ന് കരയുമ്പോൾ, നമ്മളൊന്ന് തളരുമ്പോൾ, നമ്മളൊക്കെ കൈത്താങ്ങാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ അതെല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും. കാരണം അവർ ചോദിക്കുന്ന കണക്കനുസരിച്ച് നമ്മൾ അതിനൊക്കെ അവർക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഒക്കെ ഇങ്ങനെ തന്നെ പോകുമ്പോൾ ഒന്ന് പറയാൻ ദൈവമക്കളെ, കഷ്ടകാലത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, തുണയായി നിൽക്കുന്ന കർത്താവ് പ്രതിഫലം വെച്ചിക്കാതെയല്ലേ നമ്മളെ സ്നേഹിക്കുന്നേ. നമ്മുടെ ഉയർച്ച അത് ദൈവം മാത്രമല്ലേ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നതും കർത്താവ് മാത്രമാണ്. താണവരെ ഉയർത്തുന്നത് ദൈവം അത്രേ. ഇത് ദാവീദ് രാജാവിന് നന്നായിട്ടറിയാം. മുമ്പ് പറഞ്ഞ പോലെ ദുഃഖങ്ങൾക്ക് ആർക്കും ഉണ്ടാകാം. ഞാൻ ഒത്തിരി ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ആ ദുഃഖത്തിലും ദുഃഖങ്ങൾ മറന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തണമെങ്കിൽ ദാവീദ് രാജാവിനെ പറ്റുള്ളൂ. ഇതിവിടെ പറയുന്നുണ്ട്, ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കുമെന്ന്. നമ്മൾ പറഞ്ഞു ദാവീദിന് മാത്രമേ അത് പറ്റുള്ളൂന്ന്. പറ്റും ദൈവമക്കളെ. ദൈവം തന്ന ഉപകാരങ്ങൾ ആരോർക്കുന്നോ അവർക്ക് പറ്റും. ഏത് വിധത്തിലുള്ള കഷ്ടങ്ങളും വേദനകളും നൊമ്പരങ്ങളും നിന്ദയും പരിഹാസങ്ങളും ഞെരുക്കവും വരുമ്പോഴും
ദൈവമക്കളെ, ദൈവം നടത്തിയ വഴിയൊന്ന് ഓർത്താൽ, കർത്താവ് വീണ്ടെടുത്ത നിമിഷങ്ങളെന്ന് ഓർത്താൽ, ദൈവം തന്ന ഒരു ഉപകാരമെങ്കിലും അനുഭവിക്കാത്തവരാരുമില്ലല്ലോ. ഒന്നോർത്താൽ, ആ കിട്ടിയ ഉപകാരത്തെ ഓർത്താൽ ദൈവമക്കളെ കഷ്ടതകൾ മറന്ന് കർത്താവിനെ ഉല്ലസിച്ച് ഘോഷിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ദാവീദ് രാജാവ് ചെയ്യുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കുമെന്ന്. പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ, ഈ ദുഃഖങ്ങളുടെ സമയങ്ങളിൽ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ദൈവമക്കളെ, ദുഃഖത്തേക്കാൾ അപ്പുറത്ത് ദുഃഖങ്ങളിൽ നടത്തുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഏതൊരു പൈതലിനും കൃത്യസമയത്തോടെ പ്രാർത്ഥന നടക്കും, കൃത്യസമയത്തോടെ ശുശ്രൂഷ നടക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആയിരിക്കട്ടെ എല്ലാ വിശ്വാസികളും. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ആ താലന്തുകളെ ഇരട്ടിപ്പങ്ക് കൃപയോടെ ദൈവസന്നിധി കൊടുക്കേണ്ടതിന് ആ താലന്ത് തന്നെ നമുക്ക് ചോദിച്ചു വാങ്ങാൻ ദൈവം ഇടയാക്കട്ടെ. അടുത്ത വചനത്തെ നമ്മൾ കേൾപ്പിക്കുന്നത്, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. ദുഃഖങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് സ്തോത്രം. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമായിരിക്കും. അതെ, സകല സങ്കടങ്ങളിലും ഇരുന്നു കൊണ്ട് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവ പൈതലെ ദൈവവചനം നമ്മളെ കേൾപ്പിക്കുകയാണ്. അത് യഹോവയ്ക്ക് കാളയെക്കാളും, അതായത് ദുഃഖങ്ങളിലും വേദനകളിലും ഇരുന്നുകൊണ്ടും ദൈവത്തെ പാടി സ്തുതിക്കുക. ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ. എന്നിട്ട് ഞാനിതെല്ലാം ചെയ്യാമെന്നല്ല, നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ ആ നാമത്തെ സ്തുതിക്കുന്ന പറഞ്ഞേ. കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുക. ആമേൻ. എന്നെ രക്ഷ കൊണ്ട് കർത്താവ് അലങ്കരിച്ച്, അല്ലെങ്കിൽ ഈ മഹാകഷ്ടതയിൽ നിന്ന് എന്നെ വിടുവിച്ചാൽ അപ്പം മുതൽ ഞാൻ ചെയ്യാം എന്നല്ല, അപ്പം മുതൽ ഞാൻ പാടാമെന്നല്ല പറയുന്നത്. ദൈവമേ നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ. ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. എത്ര മനോഹരമായ ശുശ്രൂഷയാണ് ദൈവമക്കളെ. കഷ്ടതയുടെ നടുവിലും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് പാടി വാഴ്ത്തുമ്പോൾ സ്വർഗം സന്തോഷിക്കും. ദൈവമക്കളെ, സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും, അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. ദൈവത്തിന് സ്തോത്രം. സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും എന്ന് പറഞ്ഞ് കഷ്ടതകൾ മറന്ന് ദൈവത്തെ പാടി വാഴ്ത്തി ദൈവത്തെ സ്തുതിക്കുന്നത് കാണുമ്പോൾ അറിയാലോ ദൈവമക്കളെ, കഷ്ടതയുള്ളവരെ പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ. ഞെരുക്കത്തിലും സങ്കടത്തിലും വേദനയിലും ഒക്കെ ആയിരിക്കുമ്പോഴും സഹായഹസ്തങ്ങൾ നീട്ടിയില്ലെങ്കിലും കണ്ടോ, അവരൊക്കെ തകർന്നുപോയി, അവരൊക്കെ താളടിയായി പോയി, വീണുപോയി. ഇത് പറഞ്ഞ് ചൂണ്ടി ചൂണ്ടി കാണിക്കാൻ ഏവരും ഉണ്ടാവും. എന്നാൽ ഈ സാഹചര്യത്തിലും കർത്താവ് ഏൽപ്പിച്ചത് ചെയ്തും, കർത്താവിനെ പാടിയും കർത്താവിനെ വാഴ്ത്തിയും കർത്താവിനെ സ്തുതിച്ചും കർത്താവിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോൾ സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കുമെന്നാണ് വചനം. ഇതെല്ലാവർക്കും കണ്ട് സന്തോഷിക്കാൻ പറ്റത്തില്ല. സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. മരിച്ച അവസ്ഥയിൽ കഴിയുന്ന ദൈവമക്കളെ, എന്തിനെയൊക്കെ ചൊല്ലിയ ഇന്നേറെ സങ്കടം അനുഭവിക്കുന്നത്, കടബാധ്യത, രോഗം, പല വിധത്തിലുള്ള ദുഃഖങ്ങൾ, ഏതെല്ലാം വിധത്തിലുള്ള പോരാട്ടങ്ങൾ ഒക്കെ സഹിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ പറ്റത്തില്ല, മടുത്തുപോയി, തളർന്നുപോയി എന്ന് പറയില്ല ദൈവമക്കളെ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചാൽ എല്ലാം പോകും. ഹൃദയം പ്രവർത്തിക്കട്ടെ, ഹൃദയം ജീവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, അനവധി വിഷയങ്ങളുമായി ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളുകളായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ, കർത്താവെ ഒന്ന് പാടാൻ പറ്റാതെ, കർത്താവ് ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യാൻ പറ്റാതെ, കർത്താവെ കേൾക്കുന്ന നിന്ദയും പരിഹാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ പഴിച്ചുകൊണ്ടും ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നാരെങ്കിലും ഈ ശുശ്രൂഷ കൂടുന്നുവെങ്കിൽ പിതാവേ, നിന്റെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. താങ്ങി നടത്തണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. നിന്റെ മക്കൾ ബലപ്പെടുവാൻ ഇടയാക്കണേ കർത്താവേ. ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ ഒന്ന് ഓർത്ത് എൻ്റെ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എൻ്റെ മക്കളെ ഒരുക്കണമേ കർത്താവെ. കഷ്ടതയുടെ നടുവിലും പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഹല്ലേലൂയ. അവിടുത്തെ വലിയ രക്ഷ നിന്റെ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുക്കൾ നിമിത്തം നിന്നെ അനുഭവിച്ചും കർത്താവ് മാനസികമായ ഭാരങ്ങൾ അനുഭവിച്ചും സാമ്പത്തികമായ ഞെരുക്ക നിമിത്തം കയറിക്കിടക്കുന്ന കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു
കർത്താവെ, അത് നിമിത്തം വന്ന ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ടും മുൻപോട്ടൊന്ന് പോകാൻ പറ്റാത്ത വിധത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ, ദാവീദ് പുത്ര, അവിടുത്തെ നാമത്തിലടിയും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കണേ കർത്താവേ. വിശ്വാസത്തോടെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് മുമ്പിൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കണമേ. നീ അത്ഭുത മന്ത്രിയാണ് കർത്താവേ, ധീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ്. കർത്താവെ, നിൻ്റെ മക്കളുടെ സങ്കടങ്ങളിൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കണമേ. കർത്താവ്, രക്ഷപ്പെടുവാൻ നിൻ്റെ മക്കൾക്ക് ഒരു വഴി തുറന്നു കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. സകല മഹത്വവും പുകഴ്ചയും അങ്ങെടുക്കണേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.